കർദിനാൾമാരുണ്ടായിട്ടുണ്ട് അല്ലേ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷം. മൂന്നാമത്തെ ആളാണ്, പക്ഷേ ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് അല്ലേ? വച്ച് നോക്കുമ്പോൾ 51ാമത്തെ വയസ്സ് എന്നുള്ളത് ഒരു ചെറുപ്പമാണ്. ഒരു അൽമായക്കാരൻ നേരിട്ട് കർദിനാളാവുന്നു എന്ന പ്രത്യേകതയുണ്ട് അല്ലേ? ഒരു പുരോഹിതൻ, ഒരു വൈദികൻ അല്ലേ? ഒരു സാധാരണ രീതിയിൽ മെത്രാന്മാരാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതെങ്കിൽ ഒരു വൈദിക പദവിയിൽ നിന്ന് 51 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളുടെ സ്വന്തം മാർ ജോർജ് കൂവക്കാട് കർദിനാളായിത്തീരുന്നു. സഭയുടെ രാജകുമാരനാകാൻ പോകുന്നു. അതെ, 21 രാജകുമാരന്മാരിൽ ഒരാൾ. അത് എത്രാമത്തെ തവണയായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനാർഹണം എന്നുള്ളത് അറിയാമോ? കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 21ാമത്തേതും അവസാനത്തേതുമാണ്. അപ്പൊ ആ ചടങ്ങ് നമ്മൾ മുഴുവൻ ഉദ്യോഗത്തോടെ നോക്കിയിരിക്കേണ്ടി വരും. അതെ, സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയും കത്തോലിക്ക സഭയും ഒക്കെ ചടങ്ങിന് കാത്തിരിക്കുന്നു. സ്ഥാനാരോഹണ ചടങ്ങ് അല്പസമയത്തിനകം, അതായത് ഇന്ത്യൻ സമയം 8:30 തുടങ്ങുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 10 മിനിറ്റ് സമയമുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. വൈദികനായിരിക്കെ തന്നെ നേരിട്ട് കർദിനാൾ പദവിയിൽ എത്തുന്നു എന്നത് മാത്രമല്ല, മൂന്നാമത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് പോകുന്ന മലയാളിയായ ഒരു കർദിനാൾ കൂടിയാകാൻ പോകുന്നു അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, കർദിനാൾമാരുടെ എണ്ണം ഇപ്പോൾ 256 ആവും, 21 പേരോട് കൂടി അല്ലേ? 253 ആവുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലരും, ഭൂരിപക്ഷവും യൂറോപ്യൻ കോണ്ടിനെന്റിന് പുറത്തു നിന്നുള്ളവരാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ഏഷ്യനിൽ നിന്ന് ഉള്ളവരാണ് അല്ലേ? ആഫ്രിക്കയിൽ നിന്ന്. ഇന്ത്യയിൽ പക്ഷേ കേരളത്തിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കത്തോലിക്ക തിരുസഭയ്ക്ക് വലിയ അംഗബലമുള്ള ഒരു പ്രദേശത്തിലേക്ക്, പ്രത്യേകിച്ച് മാർത്തോമാ ശ്ലീഹ വന്ന് ആദ്യമ നൂറ്റാണ്ട് മുതൽ കത്തോലിക്കലുള്ള പ്രദേശം എന്ന നിലയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്കൊക്കെ കേരളത്തിന് ആ രീതിയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൂടെ പരിഗണിച്ചായിരിക്കണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരള സഭയ്ക്ക്, ഇന്ത്യക്ക് വലിയ അഭിമാനമായി, ഒപ്പം സീറോ മലബാർ സഭയ്ക്കും അഭിമാനമായിട്ട് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാളായിട്ട് ഉയർത്തി എന്നുള്ളത് ഒരു കൗതുകകരമായ കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം. കേരളത്തിൽ മൊത്തമുള്ള സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ എണ്ണം 45 ലക്ഷത്തോളം വരും അല്ലേ? ആ 45 ലക്ഷത്തോളം ആളുകളിൽ 4.5 ലക്ഷത്തോളം വിശ്വാസികളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ആ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണ് 3 കർദിനാൾമാർ പോയിരിക്കുന്നത്. ആരൊക്കെയാണ്? മാർ ആന്റണി പടിയറ അല്ലേ? മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അല്ലേ? പക്ഷേ 67 വയസ്സിലാണെന്ന് ഓർക്കണം. ഇത് 51 വയസ്സാണ്. മാത്രമല്ല, ഈ കർദിനാൾമാരുടെ പ്രായപരിധി നോക്കിയാൽ ഈ കർദിനാൾമാരുടെ പ്രായത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 വയസ്സ് മുതൽ 90 വയസ്സ്, 99 വയസ്സ്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു കർദിനാളാണ് ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ. പക്ഷേ ആദ്യം അദ്ദേഹം ആയിരിക്കണം അല്ലേ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതെ, ഓർഡർ നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ലഭിച്ച ഓർഡറാണ് നമുക്ക് കയ്യിലുള്ളത്. അതനുസരിച്ച് ആണ് ഞാൻ പറഞ്ഞത് 21ാമത്തേതും അവസാനത്തേതും ആയിരിക്കാം മാർ കൂവക്കാടിന്റെ അവസരമെന്ന് ഞാൻ പറയാൻ കാരണം. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയൊക്കെ വിദേശകാര്യ വിഭാഗത്തിൽ, യാത്രകളിലൊക്കെ ഇടക്കാലത്ത് ഈ ജോർജ് കൂവക്കാടിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി പദവി അല്ലേ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഒക്ടോബർ 6-ാം തീയതി കർദിനാൾ പ്രഖ്യാപനം വരുമ്പോൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് ചങ്ങനാശ്ശേരിയും കേരളത്തിലെ സീറോ മലബാർ സഭയും കത്തോലിക്ക സമൂഹവും ഒക്കെ ഇത് കേട്ടത്. കർദിനാൾ പദവിയിലേക്ക് ഇന്ത്യയിൽ നിന്നൊരു വൈദികൻ എത്തുന്നു എന്നുള്ളൊരു വാർത്ത ഒരുപക്ഷെ യൂറോപ്പിനൊക്കെ മാത്രം ഒരു കാലത്ത് സാധ്യമായിരുന്നത് ഇന്ത്യക്ക്, കേരളത്തിന് സാധ്യമാവുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? കഴിഞ്ഞ 4 വർഷമായിട്ട് വത്തിക്കാന്റെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. അതിൽ പ്രധാനമായും മാർ കൂവക്കാടിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരുന്നതെന്ന് പറയുക വിദേശ രാജ്യങ്ങളിലേക്കുള്ള മാർപ്പാപ്പയുടെ യാത്രകളുടെ ക്രമീകരണമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലേക്ക് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ 2025 ഈ വരുന്ന വർഷം ജൂബിലി വർഷമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ മാർപ്പാപ്പ ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടുത്തെ വിശ്വാസികളും കാത്തിരിക്കുന്ന, അതാണ് മാർപ്പാപ്പ എത്തുന്ന ഒരു ദിവസം. തീർച്ചയായിട്ടും നമുക്കൊന്ന് വത്തിക്കാനിലേക്ക് പോകാം, ദൃശ്യങ്ങളിലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,